തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അത് ശക്തമാവുകയാണ്. സമരത്തിന് പിന്തുണയേറുകയാണ്. ഇന്നലെ 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ച് ഉത്തരവിറങ്ങിയെങ്കിലും തങ്ങൾ ഉന്നയിച്ച മറ്റ് പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ആശാ വർക്കർമാർ മഹാസംഗമം സംഘടിപ്പിക്കും. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. അനാവശ്യ സമരം എന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനത്തിന് ആവശ്യവും അനാവശ്യവും മന്ത്രി തിരിച്ചറിയണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സമരം 10ാം ദിനം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന് പിന്തുണയേറുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ധനമന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നതെന്നും വി ഡി സതീശൻ. മാറ്റി വേതനം ആക്കണം. ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് എന്നോട് കുത്തിയിളക്കി കൊണ്ടുവന്നാണ് ധനകാര്യമന്ത്രി. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യില് കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. സമരം തുടരുന്നതിനിടെ 2 മാസത്തെ കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. 13,200 രൂപ വരെ പ്രതിമാസം ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. കുടിശ്ശിക തുക ആർക്കും ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ കള്ളം പറയുന്നുവെന്നും സമരക്കാരും പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടക്കും. 10,000-ലധികം പ്രവർത്തകരെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓരോ ദിവസം കഴിയും തോറും സമരത്തിന് പിന്തുണയേറുകയാണ്. നാളെ ആശാ വർക്കർമാരുടെ മഹാസംഗമം കൂടി കഴിയുന്നതോടെ സമരം മറ്റൊരു തലത്തിലേക്ക് ഉയരും. എത്ര കാലം സർക്കാരിന് ഇവരെ കാണാതിരിക്കാൻ കഴിയും? സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ചർച്ച ചെയ്യട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കേന്ദ്രത്തോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന മറുപടിക്കൊന്നും അപ്പുറത്തേക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ സമരക്കാർ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം സമീപിക്കുന്നതിന് സർക്കാർ യാതൊരു തരത്തിലുള്ള നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ പെൻഷനായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ സമരക്കാർ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക തന്നെയാണ്. അതിനിടയിൽ ഈ പ്രതിഷേധം, സമരം ശക്തമാക്കാനുള്ള നീക്കവും സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നാളെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സിനെ എത്തിച്ചുകൊണ്ട് മഹാസംഗമം നടത്താനാണ് സമരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രശ്നത്തിന്, അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമില്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച ശബ്ദത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാണാം ചില പ്രതികരണങ്ങൾ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടയിലിരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ആരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ ഞങ്ങൾ മന്ത്രിസ്ഥാനം മോഹിച്ചു ഒന്നും വന്നവരല്ല. ഒരു തൊഴിലാളിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന മിനിമം വേതനം ഞങ്ങൾക്കും തരണം. ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾ അപമാനിക്കരുത്, പരിഹസിക്കരുത്. 7,000 രൂപ കൊണ്ട് ഈ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു കുടുംബം പോറ്റാൻ കഴിയുമോ? 7,000 രൂപ എന്ന് പറയുന്ന ഈ തുച്ഛമായ കാശ് കൊണ്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആരോഗ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഒന്നും അറിയത്തില്ല, എല്ലാം ധനമന്ത്രിയായിട്ട് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയും. എവിടെയാണ്? എല്ലാവരും ഓരോ പ്രശ്നം, ഒരു വനിതാ കമ്മീഷനൊക്കെ വരുള്ളൂ. ഞങ്ങൾ ഇന്ന് 10 ദിവസം ഈ സ്ത്രീകൾ ഇത്രയും ഇവിടെ കിടക്കുന്നില്ല. ഏത് വനിതാ കമ്മീഷൻ വന്നു? ഒറ്റ മനുഷ്യരും ഞങ്ങൾ വനിതാ കമ്മീഷനെന്നോ ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയോ മറ്റോ ആരും ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഒരു വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ല. എനിക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളിൽ ഒരു മോളെ എല്ലാവരുടെയും സഹായത്തോടെ അയച്ച് എനിക്ക് 2ാമതൊരു മോളുണ്ട്. അവളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഞാൻ പല പ്രാവശ്യം പലരോടെയും സ്പോൺസർ ചെയ്താണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്. ചില സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണ്. 5 ലക്ഷം രൂപ എൻ്റെ മൂത്ത മോളെ അയച്ചാൽ കടമുണ്ട്. എനിക്ക് കടം നികത്താൻ നിവർത്തിയില്ല. ഒരുപാട് കടമുണ്ട്. വീട്ടിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം. അപ്പം എൻ്റെ മക്കളെങ്കിലും പഠിപ്പിച്ച് എനിക്ക് ഒരു നിലയിലാക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരത്തിന് വന്ന് ഞാൻ മാക്സിമം സഹകരിക്കുന്നത്. നമ്മൾ സ്ത്രീകളില്ലേ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും, അവരങ്ങ് തളർന്ന വെയിലും കൊണ്ട് അങ്ങ് പോകുമെന്നാണ് അവരെ മനസ്സിലെ ഉദ്ദേശം. അത് വെറുതെ ഞങ്ങൾ മരണം വരെ ഇത് എന്തെങ്കിലും കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. അവർ അതേപോലെ പറഞ്ഞുണ്ടല്ലോ, ഓണറെ റിലീസ് 2 മാസത്തെ ഓണറെ, ഞങ്ങൾക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അവർ ഞങ്ങളുടെ കുടിശ്ശികയാണ് റിലീസ് ചെയ്യുന്നത്. അത് വലിയ കാര്യമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു 13,200 രൂപ ഒരു ആശയ്ക്ക് കിട്ടുന്നതെന്ന്. ഏത് വകുപ്പിലാണ് കിട്ടുന്നത്? അങ്ങനെ അത് തരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണറേറിയം തരുന്ന ഒരു
PDF ഉണ്ടല്ലോ, അതിൽ കാണിക്കട്ടെ ഏത് ആശയാണ് 13,200 രൂപ വാങ്ങിയതെന്ന്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഞങ്ങൾ 7,000 എന്ന് പറഞ്ഞപ്പോൾ അവർ 13,200, ഞങ്ങൾക്ക് തരട്ടെ 13,200 രൂപ. ഏത് വകുപ്പിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്?